അവർ വ്യക്തിപരമായിട്ട് പ്രശ്നക്കാരാണോ അല്ലേ എന്നുള്ളതല്ല. ഭരണകൂടം പിടിച്ചെടുക്കാൻ അതാത് രാജ്യത്തെ ഭൂരിപക്ഷ വർഗീയതയ്ക്കേ സാധിക്കൂ. ഇപ്പോൾ RSS ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്നുണ്ടാവും ചിലപ്പോൾ രഹസ്യമായിട്ട്. അവരവിടുത്തെ ഗവൺമെൻറ് പിടിച്ചെടുക്കുമോ? ഇന്ത്യയുടെ ഭാഗമായിരുന്നല്ലോ ബംഗ്ലാദേശ്, ഇന്ത്യയുടെ ഭാഗമല്ലേ പാകിസ്ഥാൻ. അപ്പോൾ ന്യൂനപക്ഷ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ വ്യത്യസ്തമായി കാണണം. അവരെവിടെയെങ്കിലും കുഴപ്പമുണ്ടാക്കി അവർക്ക് അവാർഡ് കൊടുക്കണമെന്നല്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക്, അതിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിലൊരു കാഴ്ചപ്പാടുണ്ട്. ഒന്ന്, ഭൂരിപക്ഷ വർഗീയതയുടെ ആക്രമണത്തിൻ്റെ ഇരകളാണ് അവർ. ആ ഇരകളോടൊപ്പം നിൽക്കണം. ന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കണം. അവരാക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കണം. അങ്ങനെ നിന്നുകൊണ്ട് മാത്രമേ ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് മതേതരത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അങ്ങനെ നിന്നില്ലെങ്കിൽ അവർ കൂടുതൽ തീവ്രമായ സമീപനങ്ങളിലേക്ക് പോകും. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. തെറ്റായിരിക്കും. അതായത് ഭൂരിപക്ഷ വർഗീയതയെ പ്രതിരോധിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും പോലുള്ള സംഘടനകളുടെ പിന്തുണ നേടുന്നതിൽ തെറ്റില്ല, ഒരു തെറ്റുമില്ല. പാലക്കാട് ഉൾപ്പെടെ UDF ഈ വോട്ടുകൾ നൽകി. ഞാൻ വീണ്ടും ചോദിക്കുന്നതിനാ, ക്ലിയർ അല്ലേ? UDF സംവിധാനം ഈ സംഘടനകളുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ നമ്മൾക്കൊപ്പം നിൽക്കണം എന്ന് ഒരു UDF അതിൽ ഉൾപ്പെട്ട ആളുകൾ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് പറയാം. എൻ്റെ നേതാക്കന്മാർ നിൽക്കില്ല എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. അവരുടെ നേതൃത്വം നമ്മുടെ കൂടെ നിൽക്കില്ല. അവർക്ക് വേറെ അജണ്ടകൾ ഉണ്ടാവും. ഞാൻ നേരത്തെ BDJS കാര്യം പറഞ്ഞല്ലോ. BDJS ന്യൂനപക്ഷ സംഘടനയാണോ? ആണോ? അവരാരുടെ കൂടെ നിൽക്കുന്നത്? RSS കൂടെ അല്ലേ? ഞാൻ ഈ പത്രസമ്മേളനത്തിൽ അവരോടാണ് അഭ്യർത്ഥിച്ചത്. ഇന്ന് RSS കൂടെ, അതും RSS കൂടെ എന്ന് പറഞ്ഞാൽ അമിത്ഷായുടെ കൂടെ നിൽക്കുന്ന പ്രസ്ഥാനമാണ് BDJS. ആ BDJS ന്യൂനപക്ഷ സംഘടനയാണോ? അല്ല, ഒരു പിന്നോക്ക സംഘടനയാണ്. അപ്പോൾ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവർ മതേതരത്വത്തിലേക്ക് കടന്നു വരണം. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ലേ? അപ്പോൾ ഞങ്ങൾ ഇത് പറഞ്ഞിട്ടല്ലേ CPM ഒന്ന് വിട്ടുപോകുന്നത്. അന്ന് ഈ SDPIയും ഇല്ല, വെൽഫെയർ പാർട്ടിയും ഇല്ല, BDJSും ഇല്ല. ഉണ്ടോ? അന്ന് അഖിലേന്ത്യാ ലീഗാണുള്ളത്. അന്ന് അഖിലേന്ത്യാ ലീഗ് ഒരു മതമൗലിക പാർട്ടിയാണെന്നാണ് EMS പറഞ്ഞത്. ഇപ്പോൾ CPM അംഗീകരിക്കുന്നുണ്ടോ?